സാറേ, ഇന്ത്യയുടെ പുതിയ റോ മേധാവി, ശരിക്കും പറയാൻ ഈ റോ മേധാവി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ ശത്രുവാണെന്ന് പറയുന്നു. എന്താണ് എന്റെ വിശദീകരണം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലേ ഇപ്പൊ, നമുക്കൊരു മിസൈലൊക്കെ അയക്കാനായിട്ട് കുറച്ച് മിനിറ്റുകളൊക്കെ മതി അല്ലേ, അവരുടെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർക്കാൻ. പക്ഷെ ആ ഭീകര കേന്ദ്രം ബഹവൽപൂരിലും മുരിദ്കയിലും എവിടെയാണെന്നുള്ളത്, ഇങ്ങനെയാണ് ഓരോ കേന്ദ്രങ്ങൾ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് വർഷത്തെ പ്രയത്നമുണ്ട്. ആ പ്രയത്നങ്ങളൊക്കെ നയിച്ച ആളാണ് പുതിയ റോ മേധാവി പരാഗ് ജെയിൻ. പരാഗ് ജെയിൻ അതുകൊണ്ട് ശരിക്കും മുനീറിന്റെ വയറ്റത്ത് അടിച്ച ഓപ്പറേഷന്റെ മുഖ്യ നേതാക്കളിൽ ഒരാളാണ്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തന്നെ നേതൃത്വപരമായ പങ്ക് പലർക്കും ഉണ്ടല്ലോ, അതിൽ ഒരു നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. കാരണം ഈ ഏവിയേഷൻ സെന്റർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ വിമാനത്തിന്റെ എന്നൊക്കെ തോന്നുമല്ലോ. ഒരുപാട് ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന ആ ഏവിയേഷൻ സെന്ററിന്റെ മേധാവിയായിരുന്നു പരാഗ് ജെയിൻ. ഈ കേന്ദ്രങ്ങളൊക്കെ എവിടെ എന്നൊക്കെ കണ്ടുപിടിച്ച കേന്ദ്രത്തിന്റെ മേധാവിയായിരുന്നു പരാഗ് ജെയിൻ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ. ഇപ്പോ ഈ രവി സിൻഹയ്ക്ക് പകരമാണ് പരാഗ് ജെയിൻ റോവിന്റെ മേധാവിയായിട്ട് വരുന്നത്. രവി ജെയിന് ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ റോവിന്റെ മേധാവി എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ സാധാരണ കൊടുക്കാറുണ്ട്, സർവീസ് കുറച്ചൊന്ന് നീട്ടിക്കൊടുക്കും. കാരണം ഇവരുടെ സംഭാവനകൾ അതുപോലെ കാണുമല്ലോ, രഹസ്യ സംഭാവനകളാണ് കൂടുതലും. പക്ഷേ ഈ രവി ജെയിന് കാലാവധി നീട്ടിക്കൊടുത്തിട്ടില്ല ഒട്ടും. റോയുടെ നിലവിലെ മേധാവി രവി ജെയിന് അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ പഹൽഗാമിലൊക്കെ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടല്ലോ, വീഴ്ച, അതാണ് എന്നാണ് കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കാത്തത്. 1989 പഞ്ചാബ് കേഡറിലെ IPS ഓഫീസറാണ് പുതിയ റോ മേധാവി പരാഗ് ജെയിൻ. അപ്പോൾ മുനീറിന് ഇദ്ദേഹം ജൂലൈ 1 റോ മേധാവിയായിട്ട് ചുമതലയേൽക്കും. ആ നിമിഷം മുതൽ, വേണമെങ്കിൽ ഇപ്പോൾ മുതൽ മുനീറിന് മുട്ടുവിറക്കാം. ആ രീതിയിലുള്ള മുനീറിന്റെ ശത്രുവാണ് പരാഗ് ജെയിൻ. പിന്നെ പരാഗ് ജെയിൻ്റെ ഒരു ഗുണം, ഒരുപാടങ്ങനെ എന്താണ് പൊതു ജനശ്രദ്ധയിലൊന്നും വന്നിട്ടുള്ള ആളല്ല. എപ്പോഴും ഒതുങ്ങി ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ നിൽക്കണമല്ലോ, അങ്ങനെ നിന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പക്ഷേ സൂപ്പർ സ്ലൂത്ത് എന്നാണ് പറയുന്നത്, സൂപ്പർ കോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ വല്ലാത്തൊരു പോലീസ് എന്ന് പറയാം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഹ്യൂമൻ ഇന്റലിജൻസ് ഇന്റഗ്രേഷൻ, മനുഷ്യരെ ഉപയോഗിച്ച് കിട്ടുന്ന വിവരങ്ങൾ, അത് ടെക്നിക്കൽ ഇന്റലിജൻസ് അതുമായിട്ട് സംയോജിപ്പിച്ച ആളാണ് പരാഗ് ജെയിൻ. ഹ്യൂമൻ ഇന്റലിജൻസ് പ്ലസ് ടെക്നിക്കൽ ഇന്റലിജൻസ്, ഇത് നന്നായി സംയോജിപ്പിച്ച ആളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് വേണ്ടി പരാഗ് ജെയിൻ. അപ്പോൾ ആ കാര്യത്തിൽ വലിയ വിദഗ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. പല ഓപ്പറേഷനുകളും അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്, വിജയകരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് വിജയത്തിലെത്തിച്ച ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നമുക്ക് പാകിസ്ഥാൻ്റെ അകത്ത് ഇവിടെ നിന്ന് തന്നെ നടത്താൻ പറ്റിയത്. നമ്മളത് അങ്ങോട്ട് പോയില്ലല്ലോ, പാകിസ്ഥാനിലും POKയിലും നടത്തിയത്. അപ്പോൾ പല വർഷങ്ങളിലായിട്ട് ഈ ഇന്റലിജൻസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പരാഗ് ജെയിൻ. അദ്ദേഹം പഞ്ചാബിൽ DGP ആയിട്ട് അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്തപ്പോഴും അവിടുത്തെ ക്രമസമാധാന നില അല്ല അദ്ദേഹം നോക്കിയിരുന്നത്. അദ്ദേഹം അപ്പോഴും റോവിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഡെപ്യൂട്ടേഷനിലായിരുന്നു, കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിലായിരിക്കുമ്പോഴാണ് അവിടെ DGP റാങ്കിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അതല്ലാതെ അവിടെ DGP ആയിട്ട് ജോലി ചെയ്യുന്നതല്ല.
അപ്പോൾ അതുപോലെ തന്നെ ഈ പല വർഷങ്ങൾ ഈ ഇൻ്റലിജൻസ് ജോലി ചെയ്യുമ്പോൾ കുറേ വർഷങ്ങൾ ജമ്മു കശ്മീരിലും ആയിരുന്നു. അപ്പോൾ ജമ്മു കശ്മീരും കൈയിൻ്റെ ഉള്ളംകൈ പോലെ അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഇതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. അതേസമയം കൃത്യമായി ഒരു മെത്തേഡ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവണമല്ലോ, അതും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപാട് മുഖ്യ ജോലികൾ ഇൻ്റലിജൻസിൽ നിർവഹിച്ചിട്ടുള്ള ആളാണ്. 2021 ജനുവരിയിലാണ് ഈ DGP ആയിട്ട് പ്രൊമോഷൻ പഞ്ചാബിൽ കിട്ടിയത്. പഞ്ചാബിലെ ഭീകരതയുടെ കാലത്ത് ബിന്ദ്രൻവാലയൊക്കെ ഇല്ലേ, ആ ഭീകരതയുടെ ഒക്കെ കാലത്ത് അവിടെ ബട്ടിൻ്റെ, മൻസ, ഹോഷിയാർപൂരിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗഡിൽ SSP ആയിരുന്നു. ലുധിയാനയിൽ DIGയും ഒക്കെ ആയിരുന്നു. പിന്നെ കാനഡയിൽ കൊളംബോയിലും ജോലി ചെയ്തിട്ടുണ്ട്. കാനഡ ഈ പഞ്ചാബിൻ്റെ പശ്ചാത്തലം ഉണ്ടല്ലോ അദ്ദേഹത്തിന്, അതാണ് കാനഡയിൽ നിയമിക്കാൻ കാരണം. അവിടെ ഈ ഖലിസ്ഥാനികൾ ഒരുപാട് ഇന്ത്യ വിരുദ്ധ പണികൾ കാനഡയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പരാഗ് ജെയിനെ കാനഡയിൽ നമ്മളെ എംബസിയിൽ റോയിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ട് നിയോഗിച്ചിരുന്നത്. കൊളംബോയിലും നിയോഗിച്ചിരുന്നു. അതുപോലെ എംബസിയിൽ റോയുടെ പ്രതിനിധിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ പാകിസ്ഥാൻ്റെ റോയിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കുറേ ഓപ്പറേഷൻസ് പരാഗ് ജെയിൻ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെ നന്നായിട്ട് അറിയാം, പാകിസ്ഥാൻ പട്ടാളത്തിനെയൊക്കെ അറിയാം. പിന്നെ ഈ ആർട്ടിക്കിൾ 370 വകുപ്പ് 370 അത് നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി പിൻവലിക്കുമ്പോൾ ആ സമയത്ത് കശ്മീരിലുണ്ടായിരുന്നു പരാഗ് ജെയിൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് കശ്മീരിൽ ദൗത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത്. അതുപോലെ ബാലക്കോട്ട് ഓപ്പറേഷൻ നമ്മൾ നടത്തുമ്പോഴും പരാഗ് ജെയിന് ആ ദൗത്യത്തിൽ പങ്കുണ്ടായിരുന്നു. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഇത്തരം ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ. മുന്നീറിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളാണ്. അപ്പോൾ അതുപോലെ ഈ കഴിഞ്ഞ 2 വർഷം റോയ്ക്ക് വേണ്ടി മാലദ്വീപ്, ബംഗ്ലാദേശ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ രവി ജെയിനായിരുന്നു റോയുടെ മേധാവി എന്ന് പറഞ്ഞില്ല, രവി സിൻഹ. ആ സമയത്ത് നമ്മൾ ബംഗ്ലാദേശ് ഹസീന പുറത്താക്കപ്പെടുന്നുള്ള ഇൻ്റലിജൻസ് ഒന്നും നമുക്ക് കൃത്യമായിട്ടില്ല. പഹൽഗാം പോലെ തന്നെ ആ 2 കാര്യങ്ങളിൽ പരാജയം നമുക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ജൂഗുലർ വെയിൻ എന്നൊക്കെ പറഞ്ഞ മുനീറിൻ്റെ പ്രസ്താവനയൊക്കെ ഉണ്ടായല്ലോ അവിടെ. ആ ഘട്ടങ്ങളിലൊന്നും വേണ്ടത്ര ഇൻപുട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മാലദ്വീപ്, ബംഗ്ലാദേശ് കാര്യങ്ങളിൽ പഹൽഗാമിലും ഒന്നും റോ വേണ്ട രീതിയിലല്ല പ്രവർത്തിച്ചത് എന്ന ഒരു ആരോപണമുണ്ട്. അപ്പോൾ പരാഗ് ജെയിൻ റോയുടെ മേധാവി ആവുമ്പോൾ റോയിൽ ഒരു വലിയ പരിഷ്കാരം അല്ലെങ്കിൽ അഴിച്ചുപണി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പരാഗ് ജെയിനെ അയക്കുന്നത് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ, അതിൻ്റെ മേധാവിയായിരുന്നു. ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞാൽ വിമാനങ്ങളുടെ നിരീക്ഷണം, വിമാനങ്ങൾ വഴിയുള്ള ചാരപ്രവർത്തനം, അതൊക്കെയാണ്. ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ മേധാവിയായിരുന്നു. സർവൈലൻസ്, നിരീക്ഷണം, സിഗ്നിറ്റ്, പിന്നെ ഫോട്ടോ റെക്കി ഫ്ലൈറ്റ്സ്, ഫോട്ടോ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പരിപാടി, വിമാനങ്ങളൊക്കെ അയച്ച് ചിത്രം ഒക്കെ എടുക്കുന്ന പരിപാടികളൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മോണിറ്ററിംഗ് ബോർഡർ, അതിർത്തി നിരീക്ഷണം, ആൻഡ് ഇമേജറി ഇൻ്റലിജൻസ്, ഇമിൻറ്റ് എന്ന് പറയും. ഇമേജുകൾ ഉണ്ടാക്കുന്ന അതായത് ഉപഗ്രഹ ചിത്രം കിട്ടുക, അത് പരിശോധിച്ച് കിട്ടുന്ന ഇൻ്റലിജൻസ് ഒക്കെ ഇല്ലേ, ഇമേജുകൾ വഴി ഇതൊക്കെ നോക്കുന്ന സ്ഥലമാണ് ഈ ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ മേധാവിയായിരുന്നു
അത് വളരെ ഒരു നിർണായകമായ പോസ്റ്റാണ്. നിർണായകമായ പോസ്റ്റ്. അത്രയും അതേപ്പറ്റി ധാരണ വേണം. അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹം റോയിലേക്ക് വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ വേറൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അവരുടെ ക്യാമ്പുകൾ നമ്മൾ തകർത്തിരുന്നല്ലോ, അതൊക്കെ വീണ്ടും പുനഃസംഘടിപ്പിച്ച് വരികയാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ലൂനി, പുട്വാൾ, തൈപ്പു, ജാമില, ചപ്രാർ, കാഹുട്ട, ചോട്ടാച്ചക്, ജംഗ്ലോറ, ഈ POK ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട LAC അവിടെയൊക്കെ വീണ്ടും ക്യാമ്പുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. POKയിൽ 13 ലോഞ്ചിങ് പാഡുകളും അവര് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ പരാഗ് ജെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹം റോയുടെ മേധാവിയാകുന്നത്. ശരിക്കും പറഞ്ഞാൽ റോയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യയായിട്ടുള്ള സംഘർഷം, പഹൽഗാം പ്രശ്നം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ വളർച്ച, അതിൻ്റെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ. അപ്പോൾ പുതിയ മേധാവി വരുമ്പോൾ നേരത്തെ ചെറിയ വീഴ്ച ഉണ്ടായെങ്കിൽ അതുപോലും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പഴുതടച്ചൊരു നീക്കം അതായിരിക്കുമോ ഇന്ത്യ? അതായത് അദ്ദേഹം ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ മേധാവിയായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് പല സ്ഥലത്തും റോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, എംബസികളിലൊക്കെ. ഞാൻ കാനഡയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അതെ. അപ്പൊ ശരിക്കും ഈ കാര്യങ്ങൾ നമ്മുടെ ഒരു ഭാവി ധോവൽ എന്ന് പറയാവുന്ന ആളാണ് ഈ പരാഗ് ജെയിൻ. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ധോവലും ഇത്രയും അനുഭവങ്ങൾ ഉള്ള ആളാണല്ലോ. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടും ബന്ധപ്പെട്ടിട്ടല്ലേ. പാകിസ്ഥാൻ, മ്യാൻമാറിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ. പല ഓപ്പറേഷൻസും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് ധോവൽ. ഈ ധോവലിന്റെ കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു കുറെ വിവരങ്ങൾ നമുക്കറിയാം. പരാഗ് ജെയിൻ്റെത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇല്ല. ഇപ്പോൾ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും വരാത്ത വിവരങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിയമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രവും 4 വലിയ പത്രങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളിത്രയും അദ്ദേഹം ഇന്നിടത്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന ഓപ്പറേഷനുകളിലൊക്കെ. പക്ഷെ ഒരുപാട് ഓപ്പറേഷനുകൾ പഞ്ചാബുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഖലിസ്ഥാനികളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ മറ്റേ ഇപ്പൊ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ സുവർണ ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേട്ടിരുന്നില്ലേ, അതിന്റെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ, അക്ഷർധാം അല്ലേ, അങ്ങനെ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു നിർണായക ഘട്ടം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ചും ചോദിക്കാവുന്ന ഒരാളാണ് പരാഗ് ജെയിൻ. അത്രമാത്രം ധാരണ അദ്ദേഹത്തിനുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.